പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒരാളെ ഓർമ്മിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. ചിലരൊക്കെ അവനെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ സങ്കടം വന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അവൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെ കാര്യമാണ് പറയുന്നത് അറിയാമോ? പേര് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കും. ആളുടെ പേര് അരിക്കൊമ്പൻ എന്നാണ്. ഇടുക്കിയിലെ ചിന്നക്കനാൽ മേഖലയിലൊക്കെ വലിയ ഭീതി ഉണ്ടാക്കി എന്ന് വാർത്തകളിലൂടെ വന്ന് ഒടുവിൽ നാടുകടത്തപ്പെട്ട, വെടിവെച്ചു വീഴ്ത്തപ്പെട്ട് നാടുകടത്തപ്പെട്ട ഒരു കൊമ്പനാന. അവന് 37-38 വയസ്സുണ്ടായിരുന്നു. ഈ അരിക്കൊമ്പൻ ഇപ്പോഴെവിടെയാണ്? എല്ലാവരും മറന്നുപോയി അല്ലേ? അരിക്കൊമ്പന് ജീവനുണ്ടോ? അവൻ ജീവനോടെ ഉണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയുടെ കഥ അത്ര ക്രൂരത നിറഞ്ഞ കഥയൊന്നുമല്ല. കാരണം വളരെ ചെറുതിലെ അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മയെ നഷ്ടപ്പെട്ടതല്ല, മനുഷ്യൻ്റെ ക്രൂരതയ്ക്കിരയായി അവൻ്റെ അമ്മയെ കൊന്നുകളഞ്ഞതാണ്. അങ്ങനെ അമ്മയുടെ ജഡത്തിനരികിൽ നിന്ന് കരഞ്ഞ് മനുഷ്യൻ്റെ ക്രൂരത കണ്ട് മനസ്സുമാറിയ ഒരു കാട്ടാനയായിരുന്നു അരിക്കൊമ്പൻ. അവൻ പിന്നീട് 38 വർഷത്തോളം ചിന്നക്കനാൽ മേഖലയിലുള്ള കാട്ടിൽ താമസിച്ചു. ഈ ചിന്നക്കനാൽ എന്ന് പറയുന്നത് ഒന്നാം തരം ആനത്താരയാണ്. ആനകൾ സഞ്ചരിക്കുന്ന, ആനകളുടെ സ്വൈരവിഹാര മേഖലയായിരുന്നു. ആനകളുടെ ആ സ്വൈരവിഹാര ഭൂമിയിലേക്ക് മനുഷ്യൻ അതിക്രമിച്ച് കയറി അവനെ ആട്ടിപ്പായിച്ചു. ഈ ആനകൾക്കൊരു കാര്യമുണ്ട് കേട്ടോ. ആനകൾ ജനിക്കുമ്പോഴേ അവന് വഴിയറിയാം. അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സഞ്ചരിച്ച പാതയിലൂടെ അവൻ നിരന്തരം സഞ്ചരിക്കും. ഇടുക്കിയിലൊക്കെ പോയിട്ടുള്ള, അല്ലെങ്കിൽ വയനാട്ടിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ ആനത്താരകളുണ്ട്. ആനത്താരകൾ എന്ന് പറഞ്ഞാൽ ആന പോകുന്ന വഴിയാണ്. അപ്പോൾ ഒരാന ജനിക്കുമ്പോഴേ അവന് ആനകൾ പോകുന്ന വഴി അവൻ്റെ മനസ്സിൽ ഒരു മാപ്പ് പോലെ ഉറച്ചു പോയിട്ടുണ്ട്. നമ്മൾ താറാങ്കുഞ്ഞിനെ ആരെങ്കിലും നീന്തൽ പഠിക്കണ്ടോ? മുട്ട വിരിഞ്ഞ് വരുന്ന താറാവിൻ്റെ കുഞ്ഞുങ്ങൾ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടാൽ നീന്തിപ്പോകും എന്ന് പറയുന്ന പോലെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയാനയ്ക്ക് പോലും അവൻ ആനകൾ തൻ്റെ പിതാക്കന്മാർ സഞ്ചരിച്ച, പൂർവ്വപിതാക്കൾ സഞ്ചരിച്ച വഴിത്താര അവനറിയാം. അവൻ്റെ ബ്രെയിനിൽ അത് മാപ്പായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പലയിടത്തും ആനത്താരകളുണ്ട്. ഈ ആനത്താരകൾ ഭേദിച്ച്, ആനത്താരകൾ മറിച്ച് മനുഷ്യൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. എന്ത് ചെയ്യാം? ആനകളുടെ, കാട്ടുമൃഗങ്ങളുടെ മേഖലയിലേക്ക് മനുഷ്യൻ കയറി വന്നപ്പോൾ കാട്ടുമൃഗങ്ങൾക്ക് കാട്ടിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ മൃഗീയ വാസനകളുടെ ഭാഗമായി അവരുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന മാപ്പ്, ഒരു ജനറ്റിക്കൽ മാപ്പ് എന്നൊക്കെ പറയാം, ആ മാപ്പിൻ്റെ ഭാഗമായി അവർ അവരുടെ ആയിരുന്ന ആ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഈ അരിക്കൊമ്പൻ്റെ കാര്യം അങ്ങനെയാണ്. അരിക്കൊമ്പനെ സംബന്ധിച്ച് ചിന്നക്കനാൽ പ്രദേശം അവൻ്റെ ബ്രെയിനിൽ പതിഞ്ഞിരിക്കുന്ന, തലച്ചോറിൽ പതിഞ്ഞിരിക്കുന്ന അവൻ്റെ ആനത്താരയാണ്, അവൻ്റെ വിഹാര മേഖലയാണ്. എല്ലാ ആനകളും കരുതുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആനകൾ നമ്മൾ കയ്യേറി എടുത്ത ഭൂമി അവരുടേതാണ്, അതിൻ്റെ യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞ് അവർ വരുന്നത്. ബഷീറിൻ്റെ ഒരു പ്രശസ്തമായ കഥയുണ്ട്. ബഷീറിൻ്റെ കഥ പറയുന്നുണ്ട്, ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രമല്ല, എല്ലാ മൃഗങ്ങൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, ഓന്തിനും അരണയ്ക്കും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ മാത്രമാണെന്ന് കരുതിയിട്ട് അവരെ ആട്ടി ഓടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് സത്യമല്ലേ? അത് ഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രമൊന്നുമില്ല. മനുഷ്യൻ്റെ കൂടുതൽ ബുദ്ധിയും കയ്യൂക്കും ടെക്നോളജി ഉള്ളതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ മറ്റു മൃഗങ്ങളെക്കാൾ ആധിപത്യം സ്ഥാപിച്ച് ഭൂമി നമ്മുടേതാണ്, ബാക്കി എല്ലാവരും നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന് കരുതി നമ്മൾ അവരെയൊക്കെ ഓടി പായിക്കുന്നു, തല്ലിക്കൊല്ലുന്നു. ഇതാണ് അരിക്കൊമ്പൻ്റെ കേസിൽ സംഭവിച്ചത്. അരിക്കൊമ്പൻ അങ്ങനെ വരുന്നു. അവന് അരി തിന്നാൻ ഇഷ്ടമാണ്. കടകൾ പൊളിച്ചിട്ട്, റേഷൻ കടയും പലചരക്ക് കടകളും ഒക്കെ പൊളിച്ചിട്ട് അരി എടുത്ത് തിന്നും. അതിനിടയ്ക്ക് 6-7 പേര് അവിടെ മരിച്ചിട്ടുണ്ട്. അത് അരിക്കൊമ്പൻ്റെ ആക്രമണം കൊണ്ടാണോ എന്നതിൽ തർക്കമുണ്ട്. അരിക്കൊമ്പനല്ല, മറ്റു ചില ആനകളുടെ ഇടപെടൽ കൊണ്ടാണ് ആ മരണങ്ങൾ സംഭവിച്ചതെന്ന് ആ സ്ഥലവാസികൾ പറയുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? അരിക്കൊമ്പനെ പിടികൂടി നാട് കടത്തിയപ്പോൾ ചിന്നക്കനാലിലെ ആദിവാസികൾ സമരം ചെയ്തിരുന്നു. ഞങ്ങളുടെ ആനയെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട്. കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നു, അരിക്കൊമ്പനെ പിടിച്ചിട്ട് കോന്നിയിൽ കൊണ്ടുപോയി ചട്ടം പഠിപ്പിക്കാൻ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു പറ്റത്തില്ല, അങ്ങനെ ആനയെ നിങ്ങൾക്ക് പിടിച്ച് ഇഷ്ടം പോലെ അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് കാട്ടിൽ തന്നെ തുറന്നു വിടണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇങ്ങനെ വലിയ വിവാദം ഉണ്ടായപ്പോഴാണ് അരിക്കൊമ്പനെ പിടിക്കാൻ തീരുമാനിച്ചു. അരിക്കൊമ്പൻ ശരിക്കും ആർക്കായിരുന്നു ഭീഷണി? അരിക്കൊമ്പൻ ഭീഷണി അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക്, റിസോർട്ട് മാഫിയയ്ക്കൊക്കെ ഭീഷണിയായിരുന്നു. അറിയില്ലേ? ആനകളുടെ ശല്യം, കടന്നുകയറ്റം തടയാൻ വേണ്ടി അറക്കവാളിൻ്റെ പല്ലുള്ള അറക്കവാൾ മരങ്ങളിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതിൽ പിടിച്ച ആനയുടെ തുമ്പിക്കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്. ആനയ്ക്ക് പൈനാപ്പിളിൽ തോട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആന അത് കഴിച്ച് ആന ചത്തുപോയിട്ടുണ്ട്. എന്തിന്? JCBയുടെ കൈ കൊണ്ട് ആനയുടെ മസ്തകത്തിലടിച്ച് കൊന്നിട്ടുണ്ട് നമ്മുടെ ഹൈറേഞ്ച് മേഖലകളിൽ. ഇങ്ങനെ ആനയെ ദ്രോഹിക്കാവുന്ന തരത്തിലൊക്കെ നമ്മൾ ദ്രോഹിച്ചു. കാരണം ആനയ്ക്കും കൂടി അവകാശപ്പെട്ട ഈ ഭൂമി കയ്യേറി സ്വന്തമാക്കിയ നമ്മുടെ ദുര കൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ അരിക്കൊമ്പൻ വലിയ ശല്യമാണെന്ന് വന്നപ്പോൾ അരിക്കൊമ്പനെ പിടിക്കണം എന്ന്
മുറവിളി ഉയർന്നതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് ഇന്ന് വ്യക്തമാണ്. അവിടുത്തെ കുറേ റിസോർട്ട് മാഫിയകളും വനം കയ്യേറ്റക്കാരും ഒക്കെയാണ് അരിക്കൊമ്പനെ പിടിക്കണേ. കാരണം അവരുടെ പരിപാടി അവിടെ നിർബാധം നടക്കുന്നില്ല. അങ്ങനെ അരിക്കൊമ്പനെ 2021 ഏപ്രിൽ പിടിച്ചോണ്ട് കൊണ്ടുവന്ന് പെരിയാർ കടുവാ സങ്കേതത്തിൽ കൊണ്ട് തുറന്നു വിട്ടു. ഇതിൽ കൊണ്ടുപോകുന്ന വഴിക്ക് 2017 അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടിയിട്ട് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ചു. മയക്കുവെടി വെക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അതിമാരകമായ രാസവസ്തുവാണ് ഈ ആനയുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. അരിക്കൊമ്പനെ 3 തവണ 2017, 2023, 2024 നിരവധി തവണ ഓവർഡോസ് മരുന്ന് മയക്കുവെടി വെച്ചിട്ടുണ്ട്. ആ ആനയുടെ ശാരീരികാവസ്ഥ ഓരോ തവണ മയക്കുവെടി വെക്കുമ്പോഴും ആനയുടെ ആരോഗ്യം നശിക്കുമെന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. അങ്ങനെ ആരോഗ്യം നശിച്ച അരിക്കൊമ്പനെയാണ് ആദ്യമേ 2023 ഏപ്രിൽ മാസത്തിൽ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തുറന്നു വിട്ടത്. അവിടെ നിന്ന് അരിക്കൊമ്പൻ നേരെ കയറി കമ്പത്ത് വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തമിഴ്നാട് വനം വകുപ്പ് പിടികൂടി. കാരണം അത് ആന കമ്പത്തേക്ക് കയറിപ്പോകണമെന്ന് കണക്ക് കൂട്ടി തന്നെയാണ് നമ്മുടെ വനം വകുപ്പ് തമിഴ്നാട്ടിലേക്ക് ആന കയറിപ്പോകാൻ നല്ല സാധ്യതയുള്ള സ്ഥലത്ത് തന്നെ മനഃപൂർവ്വം അരിക്കൊമ്പനെ തുറന്നു വിട്ടതാണ്. കാരണം ഇവിടെ പിടികൂടിയാൽ അരിക്കൊമ്പനെ അങ്ങ് കൊന്നു കളയണമെന്ന് സംസ്ഥാന വനം വകുപ്പിലെ ചിലർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം റിസോർട്ട് മാഫിയയുടെയൊക്കെ സ്വന്തക്കാരായി പ്രവർത്തിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യം അരിക്കൊമ്പനെ തട്ടുക എന്നുള്ളതായിരുന്നു. പക്ഷെ കോടതി വിലങ്ങ് തടിയായി വന്നതുകൊണ്ട് അത് നടന്നില്ല. അതുകൊണ്ട് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് വിട്ടപ്പോൾ ഇവൻ കമ്പം വഴി കയറിപ്പോയി. കമ്പത്ത് എന്ന് പ്രശ്നം ഉണ്ടാക്കിയവൻ. കാരണം അവൻ പരിഭ്രാന്തനായി പോയി. അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി, അവൻ അരി കിട്ടാതായി, അവൻ പട്ടിണിയായി, അവന് പരിചയമില്ലാത്ത സ്ഥലമായി. അങ്ങനെ അവൻ വയലൻ്റായി കമ്പത്തിറങ്ങിയപ്പോൾ തമിഴ്നാട് വനം വകുപ്പ് പിടികൂടി. തമിഴ്നാട് വനം വകുപ്പ് ഇവരെ പിടികൂടണം, പറ്റിയാൽ അവനെ വെടിവെച്ച് കൊല്ലണമെന്നാണ് കേരള വനം വകുപ്പ് ആഗ്രഹിച്ചത്. പക്ഷെ തമിഴ്നാട് വനം വകുപ്പ് വെടിവെച്ച് കൊന്നൊന്നുമില്ല. അവർ പിടിച്ച് നേരെ അവന് റേഡിയോ കോളറൊക്കെ ഫിറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇവൻ പോകുന്ന വഴിയിലെ സഞ്ചാരപഥം തിരിച്ചറിയാം, ഇവൻ എവിടെയുണ്ടെന്ന് കൃത്യമായി ഇവർക്ക് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിന് റേഡിയോ കോളറൊക്കെ പിടിപ്പിച്ചു. ഒരു ചിത്രമുണ്ട്. ആ ചിത്രം കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. തേയിലക്കാടുകൾക്കിടയിൽ മയക്കുവെടിയേറ്റ് കിടക്കുന്ന പാവം അരിക്കൊമ്പൻ്റെ ചിത്രം. ആ ചിത്രം പ്രേക്ഷകരെ കാണിക്കാം. അതുകൊണ്ട് സത്യത്തിൽ കണ്ണീര് വരാത്ത മനുഷ്യരാണെങ്കിൽ കണ്ണീര് വരാത്ത മനുഷ്യൻ അവൻ എന്താ ചെയ്തത്? ഒരാന അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ അവൻ സ്വതന്ത്രമായി നടന്നു. അതല്ലേ ഇത് പറയുമ്പോൾ ആനയുടെ കൂടെ ജീവിച്ചോ, നിനക്ക് ആനയാണോ മനുഷ്യനാണോ വലുത് എന്നൊക്കെ ചോദിക്കാൻ വരുന്ന ആളുകളെ എനിക്കറിയാം. പക്ഷേ അങ്ങനെയല്ല. ആനയ്ക്കും അരണയ്ക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അവരുടെ കൂടെയാണ് ഈ ഭൂമി എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഏതായാലും തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പനെ പിടിച്ചിട്ട് അപ്പർ കോതയാർ ഡാം പരിസരത്തേക്ക് വിട്ടു എന്നാണ് പറയുന്നത്. KMTR എന്ന് പറയും. അപ്പർ കോതയാർ ഡാം പരിസരം എന്ന് പറഞ്ഞാൽ വളരെ വിജനമായ ഒരു പ്രദേശമാണ്. വളരെ വിസ്തൃതിയുള്ള വനപ്രദേശമാണ്. അവൻ്റെ അരിക്കൊമ്പന് സ്വൈര്യമായി നടക്കാൻ പറ്റും. അവിടെ മനുഷ്യ സാന്നിധ്യമില്ല. അവിടെ അരിക്കൊമ്പൻ സ്വതന്ത്രമായി നടക്കുന്നു. ഇഷ്ടം പോലെ മുളയൊക്കെ ഉണ്ട്. അവൻ നല്ല സുഭിക്ഷമായി ആഹാരം കഴിച്ച് നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് പലതവണ വാർത്തകൾ വന്നു അരിക്കൊമ്പൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കാരണം അരിക്കൊമ്പന് പിടികൂടുന്ന സമയത്ത് തന്നെ അവൻ ഓവർഡോസ് മരുന്ന് അവൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിപ്പോയാൽ 1 വർഷത്തിനുള്ളിൽ അരിക്കൊമ്പൻ ചരിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പല വിവരങ്ങളും വന്നു. ഇത് ഒരുപക്ഷെ കേരള ഹൈക്കോടതി കൂടി ഇടപെട്ട ഒരു കേസായതുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ വരുമെന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വനം വകുപ്പ്. കാരണം കേരളത്തിലെ വനം വകുപ്പിന് ഒഴിയാൻ പറ്റില്ല. കേരള വനം വകുപ്പാണ് അരിക്കൊമ്പനെ പിടികൂടി തമിഴ്നാട് അതിർത്തിയിലേക്ക് കയറുന്ന ഭാഗത്തിന് കൊണ്ട് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് കേരള വനം വകുപ്പിനോട് കേരള ഹൈക്കോടതി വിളിച്ചു ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയേണ്ടി വരും. തമിഴ്നാട് വനം വകുപ്പിനെയും കേരള ഹൈക്കോടതിക്ക് വേണ്ടി വന്നാൽ വിളിച്ചു വരുത്തി വിവരങ്ങൾ ചോദിക്കാൻ കഴിയും. ഈ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കേരളത്തിലും തമിഴ്നാടിനും ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപ്പർ കോതയാർ ഡാം പരിസരത്ത് അരിക്കൊമ്പൻ ഉണ്ട് എന്നാണ്. അരിക്കൊമ്പൻ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയരുമ്പോഴൊക്കെ തമിഴ്നാട് വനം വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അതിന് അവർ ചില റേഡിയോ കോളർ വഴി കിട്ടിയിട്ടുള്ള ചില സിഗ്നലുകളൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2024 ഓഗസ്റ്റ് മാസം വരെ ഉള്ള അരിക്കൊമ്പൻ്റെ സിഗ്നലുകൾ തമിഴ്നാട് വനം വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. KMTR മേഖലയിൽ അപ്പർ കോതയാർ ഡാം പരിസരത്ത് അരിക്കൊമ്പനെ കണ്ടു, അവൻ്റെ റേഡിയോ കോളർ എന്നുള്ള സിഗ്നലുകൾ കിട്ടിയെന്ന് തമിഴ്നാട് വനം വകുപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഈ ചില പ്രേക്ഷകർ എന്നോട് ചോദിച്ചുകൊണ്ടാണ് അരിക്കൊമ്പനെ അന്വേഷിച്ചത്. ഒന്നിറങ്ങാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ ലഭ്യമായ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ 2024 ഓഗസ്റ്റ് മാസത്തിന് ശേഷം അരിക്കൊമ്പൻ്റെ റേഡിയോ സിഗ്നലുകൾ എവിടെയെങ്കിലും കിട്ടിയതായി തമിഴ്നാട് വനം വകുപ്പ് രേഖപ്പെടുത്തിയതായി കാണപ്പെടുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കാം? ഒന്നെങ്കിൽ ആ റേഡിയോ കോളർ
അതിൻ്റെ ബാറ്ററിയൊക്കെ നഷ്ടപ്പെട്ട് അതിൻ്റെ ചാർജ് പോയിരിക്കാം. അല്ലെങ്കിൽ അരിക്കൊമ്പൻ ചെരിഞ്ഞിരിക്കാം. അരിക്കൊമ്പൻ ചെരിഞ്ഞാലും റേഡിയോ കോളർ ആക്റ്റീവ് ആണെങ്കിൽ സിഗ്നൽ വരണം. കാരണം അത് ഒരു സ്റ്റേഷനറി ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ സിഗ്നൽ കാണിക്കണം. തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ സിഗ്നൽ കണ്ടാൽ അതിനർത്ഥം ആ ആന നീങ്ങുന്നില്ല, അവിടെ തന്നെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു ബ്ലാങ്കാണ്, വെള്ള പേപ്പർ പോലെയാണ്. 2024 ഓഗസ്റ്റ് മാസത്തിന് ശേഷം അരിക്കൊമ്പൻ്റെ മൂവ്മെൻറ്റ് സംബന്ധിച്ചുള്ള റേഡിയോ സിഗ്നൽസ് തമിഴ്നാട് വനം വകുപ്പ് പുറത്തുവിട്ടതായി ഒരിടത്തും കാണുന്നില്ല. ഇതിനു മുമ്പ് തന്നെ തമിഴ്നാട്ടിലെ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. അതായത് അരിക്കൊമ്പൻ ഇവിടെ അപ്പർ കൊതയാർ ഡാം പരിസരത്തേക്ക് വിട്ട സമയത്ത് തന്നെ അരിക്കൊമ്പൻ ചെരിഞ്ഞു. അതിന് ഈ കോടതിയൊക്കെ ഇടപെട്ട് വലിയ വിവാദമായാലോ എന്ന് കരുതിയിട്ട് അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന റേഡിയോ കോളർ അഴിച്ചെടുത്ത് മയക്കുവെടി വെച്ച് ഒരു കാട്ടുപോത്തിനെ പിടിച്ചിട്ട് അതിൻ്റെ കഴുത്തിൽ ഘടിപ്പിച്ചു എന്ന് ഒരു വാർത്ത തമിഴ്നാട്ടിലെ ചില മാധ്യമങ്ങളിൽ നേരത്തെ വന്നിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ റേഡിയോ കോളർ അരിക്കൊമ്പൻ്റെത്, കെട്ടിയിരിക്കുന്നത് കാട്ടുപോത്തിൻ്റെ കഴുത്തിൽ. അപ്പോൾ കാട്ടുപോത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് ആ സിഗ്നൽ വന്നുകൊണ്ടിരിക്കും. നമുക്കത് കോടതി മുമ്പാകെ അരിക്കൊമ്പൻ്റെ ആണെന്ന് പറയുകയും ചെയ്യാം. കോടതി എങ്ങാനും ചോദിച്ചാൽ, അല്ല കോടതിയെ കൊണ്ടുപോയി ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ടുപോയി കാട്ടി കൊണ്ടുപോയി അരിക്കൊമ്പനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. ജഡ്ജി ഒട്ട് പറയുകയും ചെയ്യത്തില്ല അങ്ങനെ ചെയ്യണമെന്ന്. ഏതായാലും അരിക്കൊമ്പനെ സംബന്ധിച്ച് ഇപ്പോൾ കാര്യമായ വിവരങ്ങളൊന്നുമില്ല. തമിഴ്നാട് വനം വകുപ്പ് ഒന്നും പറയുന്നില്ല, കേരള വനം വകുപ്പ് ചോദിക്കുന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾ അരിക്കൊമ്പനെ മറന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽമാർ ഒക്കെ ഇങ്ങനെ മതം പിടിച്ച് ജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ എന്ത് അരിക്കൊമ്പനല്ലേ?